ഗായ്സ് നമ്മൾ പഴമയിലേക്ക് ഇതാ വന്നിരിക്കുന്നു. കണ്ടോ, ചട്ടി, അടുപ്പ്, ചട്ടി ബീഫ്, സാധനങ്ങൾ റെഡി. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, പൊട്ടുന്നു, സാധനങ്ങൾ ഇടാൻ പോകുന്നു. നമ്മുടെ ഐറ്റംസ് എല്ലാം അറിയാലോ ഗായ്സ്. അപ്പോൾ അതാ തീ കത്തുന്നുണ്ടോ. നമ്മുടെ പൊടി ഐറ്റംസ് എല്ലാം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. കണ്ടോ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, നമ്മുടെ കായപ്പൊടി ഒക്കെ, ഗരം മസാല, മീറ്റ് മസാല നമ്മൾ ജസ്റ്റ് വെച്ചതേ ഉള്ളൂ. നമ്മൾ ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി. പക്ഷെ നമ്മുടെ ഒറിജിനൽ ഗരം മസാലപ്പൊടി ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടോ കണ്ടോ, നമ്മളിങ്ങനെ ഊതി കൊടുക്കണം. കണ്ടോ, തീ അങ്ങോട്ട് കത്തും. നമ്മുടെ അടുപ്പത്ത് നമ്മൾ ഇട്ട ഐറ്റംസൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചൊന്ന് വരണം. ഓക്കെ, തന്നെ കണ്ടോ, നമ്മുടെ കുക്കർ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മൈ ഗോഡ്, തീ കത്തുന്ന കണ്ടോ ഗായ്സ്. നമ്മൾ ഭയങ്കരമായിട്ട് തീ കത്തിട്ട് വച്ചേക്കുക. കയ്യൊക്കെ പൊള്ളുന്നുണ്ട്, പൊക്കി വെക്കണം. അപ്പോൾ ഇതാ ചായയൊക്കെ നമ്മൾ കുടിച്ചോണ്ടാണ് ഗായ്സ്. ടീ ബ്രേക്ക്. അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് വഴന്ന് വരുവാണ് ഗായ്സ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം നമ്മൾ ഇതിനകത്ത് ഇടണം. മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം ഗായ്സ്. അപ്പോൾ കണ്ടോ, നമ്മുടെ പൊടി വർഗ്ഗങ്ങൾ ഇട്ടിരിക്കുകയാണ്. കണ്ടോ, അടിപൊളിയായിട്ട് എണ്ണ കണ്ടോ തിളയ്ക്കുന്നുണ്ടോ ഗായ്സ്. കണ്ടോ, നമ്മുടെ പൊടികൾ ഇട്ടു. മുളക് പൊടി മാത്രം നമ്മൾ ഇട്ടിട്ടില്ല. ബാക്കി മസാലപ്പൊടികൾ, മല്ലിപ്പൊടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഇട്ടു. മഞ്ഞൾപ്പൊടി, ഗരം മസാല, അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മളിട്ട് റെഡിയാക്കി. കേട്ടോ കണ്ടോ, തീ നമ്മളിപ്പം കുറച്ച് വെച്ചിരിക്കുകയാണ്. എണ്ണ ഇട്ടത് കണ്ടോ. തക്കാളി നമ്മൾ ഇങ്ങനെ അങ്ങ് ഇട്ടേക്കട്ടെ. നമുക്ക് വേണേൽ കട്ട് ചെയ്തിടാം. നമ്മളിതിപ്പോൾ ഇങ്ങനെയാണ് ഇട്ടേക്കുന്നത്. സാധാരണ മുളക് പൊടി ഇട്ടിട്ടും നമുക്കിടാം. ഇതിപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ ഇട്ടേക്കുക. കാര്യം ഒന്നായിട്ട് ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട്. അപ്പോൾ ഒന്ന് ആയി വരട്ടെ. അടിക്ക് പിടിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. അതിനാണ് തീ കുറച്ച് വെച്ചത് കേട്ടോ. അപ്പോൾ നമ്മളൊരു ശകലം കുരുമുളക് പൊടിയും കൂടി ഇടുവാണേ. കുരുമുളക് പൊടിയാണ് ഇതിനകത്ത് ഹൈലൈറ്റ്. അതേ നമ്മളിട്ട തക്കാളി കണ്ടോ ഈ പരുവായി. നമ്മൾ കണ്ടോ ഇളക്കി കണ്ടു ഇത്രയായി. അതേ നമ്മളതെല്ലാം കുറച്ചൊന്നായി വന്ന് ഇനി നമ്മൾ കുറച്ച് മുളക് പൊടി ഇടുവാണേ ഗൈസ്. മുളക് പൊടി നമ്മൾ ഒരുപാട് ഇടണ്ട, ജസ്റ്റ് ഒരു കളർ. കാര്യം നമ്മൾ കുരുമുളക് ഇട്ടത് അതുകൊണ്ട് മുളക് പൊടി ഇട്ടു ഗൈസ്. നമ്മൾ നന്നായിട്ട് ഇളക്കുവാണ്. ഇനി നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ കുക്കറിൽ വെന്ത് നമ്മുടെ ബീഫ് എടുത്ത് ഇങ്ങോട്ട് ഇടണം. അതൊന്ന് ഒന്നിച്ചിട്ട് അതൊന്ന് ഇതിനകത്ത് അടിപൊളിയായിട്ടൊന്ന് വരണം. അപ്പം നമ്മളെ ഉപ്പിടാൻ മറന്നു, ഉപ്പിട്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കി വെക്കുക. ഇനി നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറയുന്നത് നമ്മുടെ കുക്കറിൽ ഐറ്റംസ് എല്ലാം ആയിട്ടുണ്ട്. അത് വെന്തിട്ട് നമ്മൾ ഇങ്ങോട്ട് ഇടുക, ഇളക്കുക. തീ നമ്മളിപ്പോൾ കുറച്ച് വെച്ചേക്കാം. കണ്ടോ കണ്ടോ, അടിപൊളിയായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റപ്പിൽ എല്ലാം വന്നിരിക്കുകയാണ്. പിന്നെ നമ്മുടെ കുക്കറിൽ നമ്മുടെ സംഭവം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കുക്കറിൽ നമ്മുടെ സ്വന്തം ഇറച്ചി നമ്മൾ ഇട്ടു. ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി. അപ്പോൾ അതെ കണ്ട, ഇനി നമ്മളങ്ങോട്ട് നന്നായിട്ട് ഇളക്കണം. അപ്പോൾ നമ്മൾ അടിപൊളി ബീഫ് ചാട്ടി ബീഫ് കറി ഇതാ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ തീ ഇച്ചിരി കുറച്ച് വെച്ചിരിക്കുകയാണ് ഗൈസ്. ആ തീയിൽ അങ്ങോട്ടിരുന്ന് വെന്ത് റെഡി ആയിട്ട് തിളച്ച് വരട്ടെ. ഓക്കെ, ബൈ ബൈ.